നമ്മുടെ കളക്ടറിന്റെ ഭർത്താവിന്റെ ഇൻഷുറൻസ് തുക 2 ആഴ്ച കൊണ്ട് ശരിയായില്ലേ? ഏത് കളക്ടർ? നമ്മുടെ കളക്ടർ ശാലിനി മേഡത്തിന്റെ. ശാലിനിയുടെ ഭർത്താവോ? അതെ, വിഷ്ണു. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക, നീ എവിടെ കാണണം? അയ്യോ സാറേ, ഞാൻ എന്റെ വീട്ടിലില്ല, ഞാനേ താലൂക്ക് ആശുപത്രിയില്ല. നെഞ്ചുവേദന, ECG എടുത്തോണ്ടിരിക്കുക. 1-2 ദിവസമായി തുടങ്ങിയിട്ട്. പക്ഷെ ഇത് രാവിലെയാ സംഗതി ശക്തി പ്രാപിച്ചത്. നെഞ്ചുവേദനയല്ലേ, അല്ലാതെ ശക്തി പ്രാപിക്കാൻ കൊടുങ്കാറ്റൊന്നും അല്ലല്ലോ. ഞാനേ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ഞാൻ ആശുപത്രിയിലോട്ട് വരാം. വേണ്ട, ഞാനിവിടുന്ന് ദേ ഇപ്പൊ ഇറങ്ങാൻ പോവാ, ഇപ്പൊ ഇറങ്ങും. എന്താടാ ഹോസ്പിറ്റലിൽ നീ പറന്നാണോ വന്നേ? അല്ല, ഞാൻ അവിടെ പോയിട്ട് ഇത് വന്ന്. നീ എന്താടാ ആളെ പറ്റിക്കാണോ? അതല്ല സാറേ, ഒരബദ്ധം പറ്റിയതാ. അബദ്ധം നിനക്കല്ല പറ്റിയത്, എനിക്കാ പറ്റിയത്. നിന്നെ ഈ പണി ഏൽപ്പിച്ചത്. സാറേ, കുഞ്ഞിനെ എടുക്കാൻ പറ്റിയില്ല. എങ്കി എന്നെ കാശ് താടാ. അല്ല, കാശ്. എടാ, ജോലി ചെയ്യാൻ വേണ്ടിയാ കാശ് തന്നത്. ആ ജോലി ചെയ്തില്ലെങ്കിൽ ആ കാശ് എനിക്ക് തിരിച്ചു തരണ്ടേ? എടുക്കണം എന്റെ കാശ്. ഇങ്ങോട്ട് തരാനാ പറഞ്ഞേ. അത് ശരി, കിളവൻ ഗുണ്ടാഴ്ച കാണിക്കാൻ വന്നേക്കണ. ഇത് പഴയ തടിയാ മോനെ. ആണി അടിച്ചാ വളയുന്ന കരിവീട്ടി പോലും പുറകെ പോവും. അടിക്കണോ നിനക്കെന്നെ? താനെന്നെ തല്ലിയല്ലേടോ. കാശ് തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ കൊല്ലും. കാശ് തന്നിട്ട് നീ എന്നെ പറഞ്ഞു പറ്റിക്കുന്നോടാ. അയ്യോ രാജേട്ടാ, വേണ്ട. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വിട്. അയാളെ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? രാജേട്ടാ, വിട്. വീടങ്ങോട്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അയ്യോ, പ്രശ്നമാണോ? വീട് മനുഷ്യ. കൊച്ചിനെ കൊണ്ടുതാടാ. രാജേട്ടാ, പറയുന്നൊന്ന് കേക്ക്. ഒടുങ്ങിൽ കൊച്ച്, അല്ലെങ്കിൽ എന്റെ കാശ്. ഇതാ ശാന്തയല്ലേ? കൊച്ചു പൈസ തരുന്നോ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട്. ഇല്ലാതെ നിന്നെ ഞാൻ വിടില്ലടാ. എടാ, ഒന്നീ കൊച്ച് അല്ലെങ്കിൽ കാശ്, രണ്ടിലൊന്നും എനിക്ക് കിട്ടണം. ഏത് കൊച്ചാടാ? ഏത് കൊച്ചിനെ കിട്ടാൻ വേണ്ടിയാ നീ ഇവർക്ക് കാശ് കൊടുത്തത്? പിന്നെ ഏത് കൊച്ചിന്റെ പേരിലാടാ നീയൊക്കെ ഇവിടെ കിടന്ന് തമ്മിലടിക്കുന്നത്? നീയൊക്കെ പറയും, തൊത്ത പറയുന്ന പോലെ പറയും. എന്റെ മുന്നിലല്ല, അങ്ങ് പോലീസ് സ്റ്റേഷനില്. ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. ഇത് ഞാൻ വന്നു കണ്ട് ബോധ്യപ്പെട്ടാലേ സാങ്ഷൻ ആക്കൂ. ഇത് ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് തരാം. ശരി. എക്സ്ക്യൂസ് മീ. വരൂ. നമസ്കാരം, ഞാൻ രാഹുൽ, യൂണിക്കോൺ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുമാണ് വരുന്നത്. ഇരിക്കൂ. എനിക്ക് സുഹാസിനി ദേവിയെ ഒന്ന് കാണണം. ഞാൻ തന്നെയാണ് സുഹാസിനി ദേവി. എന്താ രാഹുലിന് പറയാനുള്ളത്? ഇവിടുത്തെ ഒരു അന്തേവാസി
1 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നല്ലോ. അദ്ദേഹം നോമിനിയായി വെച്ചിരുന്നത് ഈ ട്രസ്റ്റിന്റെ പേരാണ്. ഓ, ഞാൻ ആ ലെറ്റർ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയാതിരുന്നോണ്ടാ ഞാൻ നേരിട്ട് വന്നത്. വെറുതെ എന്തിനാ ആ തുക പാഴാക്കി കളയുന്നത്? പുറത്തുനിന്ന് അങ്ങനൊരു ഫണ്ട് വരുമ്പോ ഞങ്ങൾക്കത് നേരിട്ട് ഏറ്റെടുക്കാനാവില്ല. ഹെഡ് ഓഫീസിലേക്ക് അയച്ച് അവിടുന്ന് അനുമതി വരണം. ആ, പിന്നെ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അയച്ച എല്ലാ പേപ്പേഴ്സും ഞാൻ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടുന്ന് അനുകൂലമായ മറുപടി വന്നു കഴിഞ്ഞാൽ തുക കൈപ്പറ്റാനുള്ള നീക്കങ്ങൾ നടക്കും. സത്യത്തിൽ ഈ ആശ്രമവുമായിട്ടുള്ള അടുപ്പം കൊണ്ടാ ഞാൻ ഇത് ഇവിടെ വന്ന് നേരിട്ട് പറയുന്നത്. ഞാൻ സ്വാമിയോട് സംസാരിക്കാം. പിന്നെ ഇത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം പണം കിട്ടും? ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. ഓ, നമ്മുടെ കളക്ടറിന്റെ ഭർത്താവിന്റെ ഇൻഷുറൻസ് തുക 2 ആഴ്ച കൊണ്ട് ശരിയായില്ലേ? ഏത് കളക്ടർ? നമ്മുടെ കളക്ടർ ശാലിനി മേഡത്തിന്റെ. ശാലിനിയുടെ ഭർത്താവോ? അതെ, വിഷ്ണു. വിഷ്ണു മധുരയിൽ വെച്ച് മരണപ്പെട്ടായിരുന്നല്ലോ. ഞാനല്ലേ മുഴുവൻ തുകയും മേഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ശരിയാക്കി കൊടുത്തത്. ഈശ്വര, അവനപ്പോ അങ്ങ് പോയോ? ഒരു യാത്രയപ്പ് പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കും. എങ്ങനെ ഈ വിഷ്ണു മരണപ്പെട്ടത്? ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. സർജറി ഫെയിലുമായി. എടി ഭയങ്കരി, വിഷ്ണു മരിച്ച വിവരം നീ ആരെ അറിയിക്കാതെ ഈ തുക ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുമായിരുന്നല്ലേ? ആ മാഡം, എനിക്ക് അർജന്റായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. ഇതിന്റെ പേപ്പേഴ്സും ബാക്കി ഫോർമാലിറ്റീസും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. സ്വാമിയുമായി ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ശരി, നിങ്ങളുടെ കാർഡൊന്നും എനിക്ക് വേണമായിരുന്നു. ആ, ഇതാ മാഡം. ആ, പിന്നെ രാഹുലിനെ കൊണ്ട് എനിക്ക് മറ്റൊരാവശ്യം കൂടെ ഉണ്ട്. വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. ആശ്രമത്തിലെ കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും ഒരു പരിഗണന കൊടുക്കാറുണ്ട്. എന്നാ ഞാൻ വരട്ടെ. എടി ശാലിനി, നീ ആള് കൊള്ളാലോ. വെറുതെ അല്ല നീ ആ ശിവനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് തുക രഹസ്യമായി പോക്കറ്റിലാക്കുകയും ചെയ്തു. സ്വന്തം മകൻ മരിച്ച കാര്യം നീ സത്യഭാമയെ അറിയിച്ചു കാണില്ല. അതിനുള്ള യോഗം എനിക്കാ, ഈ സുഹാസിനി ദേവിക്കും. ഞാനായിട്ട് അറിയിക്കാം. സ്വന്തം മകൻ മരിച്ചതറിയാതെ ആ പാവം സ്ത്രീ ഇപ്പോഴും മകന് വേണ്ടി കാത്തിരിക്കുക. കൂടെ ആ കിഴവനും. ഞാൻ വരാം മോളെ സത്യമംഗലത്തേക്ക്. ഇതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഞാൻ ഉണ്ടാക്കും